കോഴിക്കോട് ജില്ലയിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം. പുതിയങ്ങാടി സ്വദേശി സച്ചിദാനന്ദനാണ് മരിച്ചത്. ചേതൻ ചേരുകയാണ്. ചേതൻ, വിശദാംശങ്ങൾ. ഷമി 72 വയസ്സുകാരനും അതുപോലെ തന്നെ പുതിയങ്ങാടി സ്വദേശിയുമായ സച്ചിദാനന്ദനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. ഇയാൾക്ക് ഒരാഴ്ച മുമ്പ് തന്നെ രോഗത്തിന്റെ ലക്ഷണമായ കടുത്ത ഛർദി ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇയാളെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതും ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പരിശോധന നടത്തുന്നതും. ഈ പരിശോധനയിലാണ് ഇയാൾക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ഏതായാലും ഇയാൾ മരിച്ചതിനെ തുടർന്ന് ഈ സച്ചിദാനന്ദന്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളം രാസപരിശോധനക്കായി അയച്ചിട്ടുണ്ട്. ഈ രോഗത്തിന്റെ ഉറവിടം അത് ഇപ്പോഴും വ്യക്തമല്ല. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് 200ഓളം ആളുകൾക്കാണ് രോഗബാധ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇത് രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പ്രധാനമായും കാരണം ആരോഗ്യ വകുപ്പ് നടത്തിയ ഫലപ്രദമായ ഈ പരിശോധനകൾ കൊണ്ടാണ് ഇത്തരത്തിൽ കേസുകൾ വർദ്ധിച്ചത്. 47 പേരാണ് കഴിഞ്ഞ വർഷം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. പ്രധാനമായും കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെടുന്നതിലൂടെയാണ് ഈ രോഗം മനുഷ്യരിലേക്ക് പകരുന്നത്. ഇതൊരു പകർച്ചവ്യാധിയല്ല. കടുത്ത തലവേദന, അതുപോലെ തന്നെ പനി, ഛർദി, ഓക്കാനം, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് ഈ രോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. രോഗത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ കിണറുകളും വാട്ടർ ടാങ്കുകളും അടക്കം ക്ലോറിനേറ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുമുണ്ടായിരുന്നു. ഷമീൻ, ചേതനാണ് വിശദാംശം നൽകിയത്.